ഇറാന്റെ ആയുധ നിർമ്മാണ മേഖലയെ സഹായിച്ച 10 വ്യക്തികൾക്കും കമ്പനികൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ചൈന, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെയാണ് ഉപരോധം നേരിടേണ്ടി വരുന്നത്. ഇറാനിലേക്ക് ആയുധങ്ങളും അസംസ്കൃത വസ്തുക്കളും എത്തിക്കുവാൻ ഇവർ ഇടനിലക്കാരായി നിന്നുവെന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. ഇറാന്റെ ആയുധ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ ആയുധ നിർമ്മാണ മേഖലയെ സഹായിച്ച 10 വ്യക്തികൾക്കും കമ്പനികൾക്കുമെതിരെ US ട്രഷറി ഉപരോധം ഏർപ്പെടുത്തി. ഷാഹദ് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളും ആയുധങ്ങളും ശേഖരിക്കാൻ ഇറാനെ സഹായിച്ചുവെന്നാരോപിച്ചാണ് നടപടി. ചൈന, ഹോങ്കോങ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഉപരോധം നേരിടുന്നവരിൽ ഭൂരിഭാഗവും. ഇറാനിലേക്ക് ആയുധങ്ങളും അസംസ്കൃത വസ്തുക്കളും എത്തിക്കാൻ ഇവർ ഇടനിലക്കാരായി നിന്നുവെന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താൻ ഇരിക്കെയാണ് ട്രഷറി വകുപ്പിന്റെ ഈ നിർണായക നീക്കം. ഇറാന്റെ സൈനിക ഉൽപാദനശേഷി തകർക്കാൻ സാമ്പത്തിക നടപടികൾ തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാനുമായി നിയമവിരുദ്ധമായി സഹകരിക്കുന്ന വിദേശ കമ്പനികൾക്കും ബാങ്കുകൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അമേരിക്കൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനുമായി വിമാന സർവീസുകൾ നടത്തുന്ന കമ്പനികൾക്കും എണ്ണ വ്യാപാരത്തിന് സഹായിക്കുന്ന ചൈനീസ് ധനകാര്യ സ്ഥാപനങ്ങൾക്കുമെതിരെയും നടപടിയുണ്ടാകും. ഇറാന്റെ സൈനിക വ്യവസായത്തെ തകർക്കാൻ ഇനിയും സാമ്പത്തിക നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നും ട്രഷറി വകുപ്പ് അറിയിച്ചു. ഇറാന്റെ ആയുധ നിർമ്മാണ ശൃംഖല തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിമാസം 10,000-ഓളം ഡ്രോണുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ഇറാന്റെ കരുത്തിനെ തടയാൻ പുതിയ നീക്കത്തിലൂടെ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.